രാസക്രിയ. അത് വേറെ ഡെഫിനേഷനാണ്. രാസക്രീഡയില്ലേ, പിന്നെ ശരിക്കും രാസക്രീഡയുടെ ഈ പ്രഭാഷണമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നി ഈ രാസക്രീഡ ഈ ഭക്തിശാസ്ത്രത്തിൽ ആരാണ് കൊണ്ടുവച്ചത്, ഈ വേണ്ടാത്ത പണി ആരെടുത്തു. കാരണം ഒരു നിലാവുള്ള രാത്രിയിൽ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള വിവാഹിതരായിട്ടുള്ള, വിവാഹിതരല്ലാത്തവരുണ്ട്, എല്ലാവരുണ്ട്, അവരെല്ലാം കൂടി ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നാലെ ഓടിക്കളിക്കും. അവരാടിയും പാടിയും പകൽ രാത്രി മുഴുവനും ചെലവഴിച്ചു. അതാണല്ലോ രാസക്രിയ. അങ്ങനെ ഒരു സാധനം ഭക്തിശാസ്ത്രത്തിൽ കൊണ്ടുവെക്കാൻ പാടില്ല. സാധാരണ ചോദ്യമാണ്. അതിനൊരു ഉത്തരവാണ് ഒരു പ്രഭാഷണത്തിൽ കേട്ടെ. അത് ഞാൻ കുറച്ചൊന്ന് വിവരപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ നിലാവുള്ള രാത്രി എന്ന് പറയുന്നത് പൂർണ്ണചന്ദ്രനാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. അതെല്ലാവരും പറയണം. മനസ്സ് ഒന്നും കാണിക്കില്ല, അതൊന്നും ഉറക്കമില്ല. അല്ല, അതിനൊന്നുമില്ല, ലക്ഷണമില്ല, ഒന്നും മുറിയാണ്ട് നടക്കുന്ന. ഓക്കെ. അപ്പം ഈ അത് വാസ്തവത്തിലും ഒരു മനസ്സ് നിറഞ്ഞ ഒരവസ്ഥ. അതിൽ സ്ത്രീകൾ വസ്ത്രം, മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിച്ചവരും ഇതൊക്കെയുണ്ട്. ഈ സ്ത്രീകൾ മുഴുവനും ഈ മനസ്സിലുള്ള ചിന്തകൾക്ക് വളരെ പല കളർഫുൾ ചിന്തകളുണ്ടാവും. ചിലയൊക്കെ കണ്ണ് എഴുതാൻ മറന്നുപോലുണ്ടാവും. ഇങ്ങനെയാണല്ലോ വരുന്നത്. സ്ത്രീകൾ മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിച്ചവരുണ്ടാവും, ധരിക്കാതെ ഡാൻസ് അറിയുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ചിന്തകളിലുണ്ട്. തുള്ളിക്കളിക്കുന്ന ചിന്തയുണ്ട്, കരയുന്ന ചിന്തയുമുണ്ട്. അപ്പോൾ ഈ ചിന്തകളുടെ ഒരു കൂട്ടമാണ് ഈ രാസക്രിയയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത്. രാസക്രിയയാണ്, രസത്തിൻ്റെ ക്രിയയാണ്. അപ്പം ഈ ചിന്തകൾ എവിടെയാണ് മനസ്സിലാണ്? നമ്മുടെ മനസ്സ് മുഴുവനും ചിന്തകളാണ്. ഈ ചിന്തകൾ ഒരു ഒരു വരിവരിയായിട്ടില്ല, വരിവരിയായിട്ട് തന്നെ അവസാനമുണ്ടാകും, തുടക്കമുണ്ടാകും, ഗ്രൗണ്ടില്ല. ഒരു ചിന്ത കഴിഞ്ഞാൽ മറ്റൊരു ചിന്ത വരും, പിന്നീട് ചിന്ത വരും, പിന്നീട് ചിന്ത അവസാനിക്കുകയേ. അങ്ങനെ ചിന്തകളുടെ ഒരു പ്രവാഹമാണ് മനസ്സ്. ചിന്മയാനന്ദ സ്വാമി പറയുന്നത് മൈൻഡ് ഈസ് നത്തിങ് ബട്ട് ഫ്ലോ ഓഫ് തോട്ട്സ്. മനസ്സെന്നുണ്ടെന്താണ്? ചിന്തകളുടെ ഒരു ഒഴുക്കാണ്. വെൻ ഇറ്റ് ഈസ് സ്റ്റോപ്ഡ് ദർ ഈസ് നോ മൈൻഡ്. അപ്പോൾ ഈ ഇങ്ങനെ ഇവർ അങ്ങനെ ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കുമ്പോൾ ശ്രീകൃഷ്ണനോട് നിൽക്കും. ഒറ്റകളിയുള്ളൂ ശ്രീകൃഷ്ണൻ. അപ്പോൾ ഇവരൊക്കെ എല്ലാം ശ്രീകൃഷ്ണനാണ്. അപ്പം അങ്കനാം അന്തരാ മാധവ നാരായണി. രണ്ട് അങ്കനകളുടെ ഇടയിൽ ഒരു അന്തരത്തിലൊരു മാധവനുണ്ട്. മാധവം ചാന്തരേ ചാങ്കന. രണ്ട് മാധവന്റെ ഇടയിൽ ഒരു അങ്ങനെ. എന്താണ് ചോദിച്ചാൽ, ഒരു ചിന്ത നമ്മൾ തുടങ്ങിയാൽ വളരെ സ്പീഡിൽ അടുത്ത ചിന്ത വരും. ചിന്തക്ക് അതിൻ്റെ ഒഴുക്കിന് സ്പീഡ് കൂടുന്തോറും നമ്മുടെ മനസ്സ് സ്വസ്ഥമല്ല എന്നർത്ഥം. ഭയങ്കര സ്പീഡ് കുറഞ്ഞാലോ, ഒരു മിനിറ്റിൽ 100 ചിന്ത എന്നുള്ളത് 50 ചിന്തയായാലോ കുറച്ച് സമാധാനം. അത് 25 ആയാലോ പിന്നെയും മനസ്സിന് സമാധാനം. ഒരു ചിന്തയുള്ളൂ. അങ്ങനെ ചിന്തയുടെ സ്പീഡ് കുറച്ച് കൊണ്ടുവന്ന്
ചിന്ത, രണ്ട് ചിന്തകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു. അവിടെയാണ് ഇടയനിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഇടയനല്ലേ. അപ്പോൾ രണ്ട് ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ. എങ്ങനെയാണ് കൃഷ്ണൻ്റെ നിറം? കറുപ്പാണ്. ഇറ്റ്സ് എ ബ്ലാങ്ക്. മനോഹരമായിട്ടുള്ള ചിന്തകളുടെ ഇടയിൽ ഒരു ഇരുട്ട്, ഒരു ശൂന്യത എന്ന് പറഞ്ഞാൽ മനസ്സവിടില്ല. സ്റ്റോപ്പ്. ഇങ്ങനെ രണ്ട് ചിന്തകളുടെ ഇടയിൽ ഒരു സ്റ്റോപ്പ് കാണാൻ സാധിച്ചാൽ നിങ്ങൾ കൃഷ്ണനെ കണ്ടു എന്നർത്ഥം. ഇല്ലെങ്കിൽ മനസ്സ് പിന്നെ എവിടെയുണ്ട്. അപ്പോൾ രാസക്രീഡ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ, ഇത് ഒരു വിശദീകരിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് നിങ്ങളൊക്കെ വളരെ വളരെ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനൊരു ചിന്തയുടെ ശകലം അതിന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചു. രണ്ട് കൃഷ്ണന്മാരുടെ ഇടയിലാണ് ഒരു ചിന്ത. സാധാരണക്കാർക്ക് ഇതുണ്ടാവും. ഒരു ഗ്യാപ്പ് വന്നാൽ പിന്നെ ഒരു ഇത് വന്നു, പിന്നെ ഒരു ഗ്യാപ്പ്, അവസാനം ഗ്യാപ്പേ ഇല്ലാണ്ട് എല്ലാവരും പോവുകയാണ്, ശ്രീകൃഷ്ണനെ തേടി പോവുകയാണ്. അപ്പോൾ ഈ ഭക്തി ചിന്തയുടെ ഇടയിൽ എന്തുകൊണ്ട് രാസക്രീഡ വന്നു എന്നുള്ളതിന് എനിക്ക് കിട്ടിയൊരു ഉത്തരവാണ്. പൂർണ്ണമായിട്ടത് പിന്നെ ഉപമ ശരിയാണെന്ന് അറിയില്ല. ബട്ട് ഫോർ അവർ തോട്ട്സ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അപ്പോൾ പോകാൻ അനുവദിക്കണം. ഗ്യാപ്പ്